പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. പ്രോസസ് ഇംപ്രൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് സിക്സ് സിഗ്മ. During Six Sigma training session, frequently we come across some questions from objective. How should we start Six Sigma project in your organization? Six Sigma project, then Six Sigma എന്ന് ഉദ്ദേശിക്കുന്നത് എലിമിനേറ്റഡ് ഡിഫക്റ്റ് ആണ്. ഈ സിക്സ് സിഗ്മ എന്ന് പറയുന്ന ടേം ഡീറ്റെയിൽ ആയിട്ട് തുറന്നു വരുന്ന കണ്ടിന്യൂസ് യൂണിറ്റുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. ദെൻ ഡു വി വെയിറ്റ് ഫോർ എ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഓർ ഔട്ട് സൈഡ്. അതായത് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടല്ല നമ്മൾ ഡിഫക്റ്റുകൾ റിമൂവ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ള ഡിഫക്റ്റുകളാണ് നമ്മൾ കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ള രീതിയിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്രീക്ക് ലെറ്ററാണ് സിഗ്മ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു സിഗ്മയുടെ സിമ്പിളുണ്ട്. ആ സിമ്പിൾ തന്നെയാണ് സിഗ്മ എന്ന് പറയുന്നത്. ആ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്, അതായത് നമ്മൾ 3 സിഗ്മയ്ക്കാണ് സാധാരണ പറയാറുള്ളത്. സിക്സ് സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് സീറോ ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു 3.4 ഡിഫക്റ്റ് പെർ മില്യൺ. ഒരു മില്യൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 3-4 ഡിഫക്റ്റ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതാണ് സിക്സ് സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് സിക്സ് സിഗ്മ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പ്രോസസ് കൺട്രോൾ. ഇവിടെയും ഡെലിവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. പ്രോസസ്സ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ വരുന്നത് 100% നമുക്ക് ഇൻസ്പെക്ഷൻ ഇഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് ഡിഫക്റ്റ് വരാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ എക്സ്പെൻസീവ് ആവാം, മിസ്റെസ്പോൺസ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് വരുന്ന യൂണിറ്റുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വരുന്നതാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. കൺട്രോളിങ് ദ ക്വാളിറ്റി ഓഫ് പ്രൊജക്റ്റ് ഡെലിവറബിൾസ് ക്യാൻ ബി സിൽവർ ബുള്ളറ്റ് ദാറ്റ് മേക്സ് എവറിത്തിങ് എൽസ് ഫീൽ ഈസി. അതായത് ഇവിടെ കൺട്രോളിങ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റിൽ വരുന്ന കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, പ്രോസസ്സിൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, അഷുറൻസ്, കൺട്രോൾ. ഈ 3 ചേർന്നതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തുക, ടേക്ക് ക്വാളിറ്റി കൺട്രോൾ, ഇനിഷ്യേറ്റീവ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തുടർന്ന് വരുന്ന യൂണിറ്റുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം തരുന്നത്. ഓക്കെ.